അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റത്തെക്കുറിച്ച് ഒരു പ്രധാന പ്രസ്താവന നടത്തിയിരുന്നു. അമേരിക്ക ഒരു വിഡ്ഢി രാജ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഇങ്ങനെ പറഞ്ഞത്? അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായി പൗരത്വം ലഭിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ നിയമപരമല്ലാതെ ഇവിടെ താമസിക്കുന്നവരോ താൽക്കാലിക വിസയിൽ വന്നവരോ ആണെങ്കിൽ പോലും ഇത് ബാധകമാണ്. ഇതിനെയാണ് ജന്മാവകാശ പൗരത്വം എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി അമേരിക്കൻ മണ്ണിൽ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കളുടെ നിയമപരമായ സ്ഥിതി എന്തായാലും അവർക്ക് പൗരത്വം കിട്ടും. ഈ നിയമം തെറ്റാണെന്നാണ് ട്രംപിൻ്റെ വാദം. നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്നവരുടെയോ താൽക്കാലിക വിസയിൽ വന്നവരുടെയോ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഇത് അവസാനിപ്പിക്കാൻ അദ്ദേഹം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജന്മാവകാശ പൗരത്വം എന്നത് ഇവിടെ വന്ന് പ്രസവിച്ച് പൗരത്വം നേടാൻ വേണ്ടി വന്നവർക്കുള്ളതല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചില ആളുകൾ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വരുന്നു, പ്രസവിക്കുന്നു, എന്നിട്ട് അവരുടെ കുടുംബം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കുന്നു. ഇത് അമേരിക്കയെ ഒരു വിഡ്ഢിയാക്കുകയാണെന്ന് ട്രംപ് പറയുന്നു. മയക്കുമരുന്ന് കടത്തുന്ന സംഘങ്ങൾക്ക് പോലും ഈ രീതി ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. അമേരിക്ക മാത്രമാണ് ഇത് അനുവദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അടിമത്തത്തിന് ശേഷം അടിമകളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയത്, അല്ലാതെ നിയമം തെറ്റിച്ച് രാജ്യത്ത് വരുന്നവരെ സഹായിക്കാനല്ലെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ ട്രംപ് ഒരു ഉത്തരവിറക്കിയിരുന്നു. നിയമപരമായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നവരുടെയോ താൽക്കാലിക വിസയിൽ വന്നവരുടെയോ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ പൗരത്വം ലഭിക്കരുതെന്നായിരുന്നു ആ ഉത്തരവ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാർ ഈ ഉത്തരവ് തടഞ്ഞു. ഭരണഘടനയുടെ 14ാം ഭേദഗതിക്കെതിരാണ് ഈ ഉത്തരവെന്ന് അവർ പറഞ്ഞു. ഈ ഭേദഗതി അനുസരിച്ച് രാജ്യത്ത് ജനിക്കുന്ന ഏതൊരാൾക്കും തുല്യ അവകാശങ്ങളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിശോധിക്കുകയാണ്. റെഡിക്കൽ ലെഫ്റ്റ് ജഡ്ജസ് എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ജഡ്ജിമാരെക്കുറിച്ചും അദ്ദേഹത്തിന് പരാതിയുണ്ട്. കോടതി വിധികൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അനുകൂല വിധികൾ കിട്ടാനായി ആളുകൾ ഒരുപാട് കോടതികൾ കയറിയിറങ്ങുന്നുവെന്നും അദ്ദേഹത്തിന് നിയമപരമായ ടീം പറയുന്നു. അതേസമയം കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ ദേശീയ കോടതി ഉത്തരവുകൾ പ്രധാനമാണെന്നാണ്. ഈ നിയമം മാറിയാൽ അത് ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കും. നിരവധി ഇന്ത്യക്കാർ വിദ്യാർത്ഥി വിസയിലും H-1B പോലുള്ള വർക്ക് പെർമിറ്റുകളിലും സ്ഥിരതാമസത്തിനായി കാത്തിരിക്കുന്നവരുമായി അമേരിക്കയിലുണ്ട്. ജന്മാവകാശ പൗരത്വം എടുത്തു കളഞ്ഞാൽ അമേരിക്കയിൽ ജനിക്കുന്ന ഇന്ത്യൻ കുട്ടികൾക്ക് പോലും പൗരത്വം കിട്ടാതെ വരും. ഇത് പാസ്പോർട്ട്, തിരിച്ചറിയൽ രേഖകൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനിടയിൽ വ്യാജ നിയമോപദേശങ്ങളുമായി തട്ടിപ്പുകാർ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ കേസ് ജന്മാവകാശ പൗരത്വത്തെക്കുറിച്ചുള്ള വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണെന്ന് നിയമവിദഗ്ധർ കരുതുന്നു. അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും നിയമപരമായ അവബോധവും നേടേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി US എംബസി ഇന്ത്യക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ അനുവദനീയമായ കാലയളവിൽ കൂടുതൽ US താമസിച്ചാൽ നിങ്ങളെ നാടുകടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഭാവിയിൽ US യാത്ര ചെയ്യുന്നതിൽ നിന്ന് സ്ഥിരമായി നിങ്ങളെ വിലക്കിയേക്കാമെന്നും എംബസി അറിയിച്ചിരിക്കുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധതരം വിസകളിൽ, അതായത് വർക്ക് വിസ, സ്റ്റുഡൻറ് വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങിയവയിൽ അമേരിക്കയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് ഇത് ബാധകമാണ്. ഓരോ വിസക്കും അതിൻ്റേതായ കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും അവിടെ താമസിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ കുടിയേറ്റം ഒരു പ്രധാന പ്രശ്നമാണ്. അദ്ദേഹം അധികാരത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന 14ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഈ നിയമത്തിനെതിരെ നിലവിൽ പല തടസ്സങ്ങളുമുണ്ട്. എങ്കിലും ഭരണകൂടം നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ നാടുകടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വയം രാജ്യം വിട്ടുപോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പുതിയ നിയമം അനുസരിച്ച് 30 ദിവസത്തിൽ കൂടുതൽ US താമസിക്കുന്ന എല്ലാ വിദേശികളും ഫെഡറൽ ഗവൺമെന്റിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. കുടിയേറ്റ നിയമങ്ങളിൽ ട്രംപ് ഭരണകൂടം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്.